ലോക ചാമ്പ്യൻ ഞാൻ തന്നെ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫിഡെ ഇൻ്റർനാഷണൽ റേറ്റഡ് പ്ലെയറാണ് അർഹാൻ. 5 വർഷവും 9 മാസവുമാണ് പ്രായം. അർഹാൻ ചെസ് ലോകത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അത് അർഹാൻ്റെ ചേട്ടന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയ ചെസ് ബോർഡ്. ആ ചെസ് ബോർഡ് എനിക്ക് അത്യാവശ്യം മൂവ്സ് അറിയാം, ഒരുപാടൊന്നും അറിയില്ല, എന്നാലും കളിക്കണം എങ്ങനെയാണെന്നറിയാം. ഞാനും അവനോട് ചെസ് കളിക്കുന്ന സമയത്ത് അർഹാൻ വന്ന് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് അമ്മയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ആദ്യം നമുക്കറിയില്ല, ഇത് കൊച്ചുകുട്ടിയല്ലേ, അന്നൊരു 4 വയസ്സായിട്ടില്ല. അപ്പം നമ്മൾ പറയും മോനെ ഇത് കുഞ്ഞു കുട്ടികളുടെ കളിയല്ല, മോൻ കുറച്ച് കഴിഞ്ഞ് പഠിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പകൽ ഈ ചെസ് ബോർഡ് എടുത്ത് വെച്ചിട്ട് അവൻ എൻ്റെ അമ്മ വീട്ടിലുണ്ട്, അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കും. അമ്മ കുതിരി ഇങ്ങനെ ചാടും, ആന ഇങ്ങനെ പോകും എന്നൊക്കെ. അപ്പോഴാണ് അമ്മ പറഞ്ഞത് അവന് നല്ല താല്പര്യമുണ്ട്, നിങ്ങൾ അവനെ പ്രൊമോട്ട് ചെയ്യണം എന്ന്. എടപ്പള്ളിയിലൊരു കോഗ്നിസൻ അക്കാഡമി നമ്മൾ ആദ്യം പോയി, ശുഭ മാഡത്തിൻ്റെ അടുത്ത് ആദ്യം തുടങ്ങി. അവിടെ വെച്ചാണ് ഞാൻ ഫസൽ സാറിനെ പരിചയപ്പെടുന്നത്. കോച്ചിങ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പൊസിഷൻ വെച്ച് കൊടുത്തിട്ട് ഈ പൊസിഷനിൽ നിങ്ങൾ അടുത്ത മൂവ് എന്ത് കളിക്കും. അപ്പോൾ അർഹാൻ അപ്പോൾ തന്നെ പൊസിഷൻ കാണിച്ചു കഴിഞ്ഞു. നമ്മൾ വച്ച് തിരിയുമ്പോൾ തന്നെ അർഹാൻ്റെ കളി കാണിച്ചു കഴിഞ്ഞു. ഇടയ്ക്ക് ഇവൻ ഈ കളി ജയിക്കുന്നുള്ളപ്പോൾ ഇവൻ്റെ ബോഡി മൂവ്മെൻറ്റ് മാറും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവൻ ജയിക്കുവാണോ തോക്കുവാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. കാരണം ഇവൻ ഇരിക്കുന്ന ഒരു സ്പെസിഫിക് സ്റ്റൈലിൽ ഇരുന്നിട്ട് ഇവൻ ആടും. ഇവൻ ജയിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ആട്ടം കൂടും, ഇവൻ തോക്കാൻ പോകണം ഇവൻ്റെ ആട്ടം കുറയും. പക്ഷെ അന്നത്തെ കളി കഴിഞ്ഞു പിന്നെ ഇവൻ ജയിച്ചിട്ട് വരുന്നത് പലപ്പോഴും ഉണ്ടല്ലോ ഭയങ്കര വിഷമിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരിക. അപ്പം നമ്മൾ വിചാരിച്ചു തോറ്റുവെന്ന്. അപ്പോൾ പക്ഷേ ഇവൻ ജയിച്ചിട്ടുണ്ടാവും. ഇവൻ ചിലപ്പോൾ ചാടി തുള്ളി ഓടി വരുമ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കളി ഇവൻ ജയിച്ചിട്ടുണ്ട്, അപ്പോൾ തോറ്റിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇവനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ആരാണ് ഈ ഒരു സമ്മാനം മേടിച്ചാൽ ഉറങ്ങണ്ട, അവന് കളിച്ചാൽ മതി. അതാണ് അവൻ്റെ ബഹളം ഇപ്പം. ലോക ചാമ്പ്യൻ ഞാൻ തന്നെ.